പ്രവചനത്തിൽ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ഈ 20 വാക്യങ്ങളിൽ കാണുന്ന 18-ാം അധ്യായത്തിൽ മുതൽ അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 18 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പ്രധാനമായിട്ട് 3 സംഭവങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്ന്, കർത്താവിൻ്റെ കാണിച്ചു കൊടുക്കുമെന്ന് കർത്താവ് പറയുന്നത് 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിലും, അതിൻ്റെ 31 മുതൽ 35 വരെ കർത്താവ് ഒരു പുതിയ പ്രമാണം അവർക്ക് കൊടുക്കുന്നതായിട്ടും, എന്നാൽ അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ്ലിയ കർത്താവിനെ തള്ളിപ്പറയുമെന്നുള്ള കാര്യവും കർത്താവ് മുൻകൂട്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ വളരെ വിശദമായിട്ട് അതിൽ പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം, കർത്താവിനോട് കൂടെ ഇത്രയും നാൾ ഒരുമിച്ച് നടന്നു, ഇന്നലെ ആണെങ്കിൽ പോലും യൂദാ ശരിക്കും രക്ഷിക്കപ്പെട്ടിരുന്നോ, മറ്റുള്ള ശിഷ്യന്മാർ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്തതുപോലെ തന്നെ യേശുവിൽ അവൻ വിശ്വസിച്ചിരുന്നോ എന്നതൊക്കെ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വിഷയങ്ങളാണ്. നമുക്കും അതിന് ആത്യന്തികമായിട്ട് അങ്ങനെയാണ് എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയാതെ വണ്ണമുള്ള ചില സങ്കീർണമായ ചില സാഹചര്യങ്ങൾ അവിടെ നിലവിലുണ്ട്. എങ്കിലും മറ്റുള്ള ശിഷ്യന്മാർക്ക് കർത്താവ് നൽകിയ വെളിച്ചം ഒന്നും ഈ യൂദയ്ക്കും ഒന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല. കർത്താവിനെ കാണാനും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും അടയാളങ്ങളും കാണാനും ഒക്കെ യൂദയ്ക്കും ദൈവം ഭാഗ്യം കൊടുത്തു എന്നുള്ളതും, എന്നാൽ അത് എത്രമാത്രം അദ്ദേഹത്തിന് പ്രയോജനകരമായി തീർന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് മറിയ അദ്ദേഹത്തെ കർത്താവിനെ അഭിഷേകം ചെയ്ത സ്ഥലത്ത് വെച്ച് അവിടെ എഴുതിയ കാര്യം അബ്രഹാം പാസ്റ്റർ പ്രസ്താവിച്ചല്ലോ. അദ്ദേഹം പറഞ്ഞത് അത് അവൻ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും ആ പണസഞ്ചിയിൽ നിന്ന് അവൻ എടുത്തു വന്നിരുന്നത് കൊണ്ടുമായിരുന്നു അവൻ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മൾ വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കേണ്ട ഒരു വിഷയം അവിടെ അന്തർലീനമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ഈ ഭക്തിയും കർത്താവിൻ്റെ പിന്നാലെ പോകുന്ന കാര്യവും ഒക്കെ സാധാരണഗതിയിൽ ഒരു ഹോൾസെയിൽ ബിസിനസ് പോലെ നമ്മളിത് കൊണ്ടു നടക്കുന്നത്. കാരണം ഈ ഹോൾസെയിൽ ബിസിനസ്സും വലിയ വലിയ ബിസിനസ്സിലൊക്കെ എല്ലാ ദിവസവും അവർ ലാഭവും നഷ്ടവും ഒന്നും നോക്കത്തില്ല. എന്നാൽ വല്ലപ്പോഴും ഒരിക്കലിരുന്നാണ് ഇയർലി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയത്താണ് ഇത് നഷ്ടത്തിലാണെന്നോ ലാഭത്തിലാണെന്നോ പോകുന്നതെന്നൊക്കെ കണക്കെടുക്കുന്നത് പോലെ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളെയോ നമ്മുടെ മനസാക്ഷിയെ ബാധിക്കുന്ന കാര്യങ്ങളെയോ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകളെ പറ്റിയോ ഒന്നും അത്ര നമ്മൾ ആകുലചിത്തരാകാറില്ല. വേണമെങ്കിൽ 2 എണ്ണം പറയും, 4 ദിവസം കഴിയുമ്പോൾ നമ്മളത് താനെ മറന്നുപോകും. വേണമെങ്കിൽ അത്യാവശ്യം തരികിടയൊക്കെ കാണിക്കും. 2-4 ദിവസം കഴിയുമ്പം നമുക്ക് മനസ്സിലാകും നമ്മൾ മാത്രമല്ല മറ്റു പലരും ഇത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതും ഏകദേശം ജസ്റ്റിഫൈഡ് ആയിട്ട് പോകും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും കർത്താവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ അത് കാലം അത് മായ്ച്ചു കളഞ്ഞോളും എന്നുള്ളൊരു നിലയിൽ നമ്മൾ മനസാക്ഷി കഠിനപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോവുകയും അവസാനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാനോ കഴിയാത്ത നിലയിൽ നമ്മുടെ മനസാക്ഷി ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം മിക്ക ദൈവവൈദങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ യൂദയ്ക്കും സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം കർത്താവിനോടുകൂടെ നടക്കുകയും കർത്താവ് വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു വ്യക്തി. അപ്പം നമുക്കറിയാമല്ലോ, സാധാരണഗതി നമ്മുടെ കൊച്ചു സഭകളിലോ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങളിലോ ഒക്കെ ഖജാൻജിയായിട്ട് ട്രഷററായിട്ടൊക്കെ വെക്കുന്നത് അത്യാവശ്യം കാശും ഒക്കെ ഉള്ള വ്യക്തികളെ, അല്ലെങ്കിൽ കാശ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തികളെ, അതിൻ്റെ അക്കൗണ്ടൊക്കെ കീപ്പ് ചെയ്യാൻ അറിയുന്ന വ്യക്തികളെ ഒക്കെയാണ് നമ്മൾ വെക്കാറുള്ളതെന്നും ഞാൻ കണ്ടിട്ടുള്ള മിക്ക അതുപോലെ ട്രഷററായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ ഏത് സമയത്ത് നമ്മൾ ചോദിച്ചാലും അവരുടെ കയ്യിൽ അതിനുള്ള കൃത്യമായ കണക്ക് കാണും, അതിനുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും കാണും. അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യം ഈ പണപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, പണപരമായ കാര്യങ്ങളിലുള്ള അവിശ്വസ്തതയും പലപ്പോഴും നമ്മളുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ തന്നെ ആ വിഷയങ്ങളിൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ ദൈവസന്നിധിയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കൊരു ഭാരമുണ്ട്, കർത്താവെ ഞാൻ ആ പറഞ്ഞത് ശരിയായില്ല, കുഴപ്പമില്ല, അത് അവിടെ ഇരിക്കട്ടെ, അടുത്ത ഉപവാസ പ്രാർത്ഥനയാകുമ്പോൾ അത് ശരിയാക്കാം. അതുപോലെ
വേറെ എന്തെങ്കിലും വർത്തമാനത്തിലോ കാര്യങ്ങളിലോ ഒക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പെൻഡിങ്ങിൽ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുക. ഇതെല്ലാം സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിനെല്ലാം മൊത്തത്തിലൊരു ക്ഷമയങ്ങ് പറഞ്ഞ് അങ്ങ് നിരപ്പ് പ്രാപിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന പോലെ ആയിരുന്നു ഇദ്ദേഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ശരിയാക്കാം, അത്യാവശ്യത്തിന് അന്ന് എടുത്തുപോയി, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. കർത്താവ് ഇപ്പോൾ കണക്കൊന്നും ചോദിക്കത്തില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു അവസാന സമയമായപ്പോൾ ഇത് കർത്താവ് കണക്ക് ചോദിക്കുമോ എന്നുള്ളൊരു ഭയം വല്ലതും അദ്ദേഹത്തിന് ഉണ്ടായോ എന്നുള്ളതിനെപ്പറ്റി ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് മനസ്സിലാകുന്നില്ല. എന്നാൽ തന്നെ എന്തുകൊണ്ട് നിശ്ചയമായിട്ടും അത് ഒരു അദ്ദേഹത്തിന് സ്വയം അത് തിരുത്താൻ കഴിയാത്തൊരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. അല്ലെങ്കിൽ നിരന്തരമായിട്ട് കർത്താവിനോടുകൂടെ നടക്കുകയും എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു ദുർമനസാക്ഷി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മനസാക്ഷി ക്ലിയർ അല്ലാതെ കർത്താവിനോട് കൂടിയാണ് നിൽക്കുന്നത്, കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നു, അവൻ്റെ അത്ഭുതങ്ങൾ കാണുന്നു, എന്നാൽ ഹൃദയത്തെ എപ്പോഴും പ്രിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇത് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകും? എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു ദൈവവൈതലിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് സാധിക്കും? നമ്മുടെ കേസിൽ ദൈവവൈതലിന് അത് സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ പാപങ്ങളും ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ ഈ ജീവിതശൈലി ഒരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതത്തിന് അനുശാസീയമല്ല എന്ന് നമുക്ക് ദൈവസന്നിധി വളരെ കൃത്യമായിട്ട് നമുക്ക് പ്രസ്താവിക്കാനായിട്ട് കഴിയും. ഒരിക്കലും അഭിലഷണീയമല്ല. കാരണം ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ വായിക്കാനിടയിൽ എനിക്ക് തോന്നുന്നത് ഈ ഡി ജോഷുവ സാറ് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഹഡ്സൺ ടൈലറുടെ ഹഡ്സൺ ടൈലറുടെ ഭാര്യയുടെ ആരുടെ ഒരു ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെയും എൻ്റെ കർത്താവിൻ്റെയും ജീവിതത്തിൽ, ഒരുമിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മേഘാവൃതമായിട്ടുള്ള ഒരു രാത്രി പോലും ഉണ്ടായിട്ടില്ല എന്ന് എഴുതി വെക്കുകയും ദൈനംദിനം ആ കർത്താവിൻ്റെ ദാസി പറഞ്ഞേക്കുന്നത് ദൈനംദിനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ അന്ന് തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അന്ന് തന്നെ അതിന് ക്രമീകരണം പ്രാപിച്ച് അന്ന് തന്നെ എൻ്റെ മനസാക്ഷിയെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവനിലുള്ള ആ വീണ്ടെടുപ്പിൻ്റെ ആ സന്തോഷത്തോടെ മാത്രമേ ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളൂ എന്ന് ആ കർത്താവിൻ്റെ ദാസി പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഇതൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നത്. നമുക്കിതൊന്നും ഇത് കൂട്ടിവെച്ച് നല്ല അനുഭവമായതുകൊണ്ട് ഇങ്ങനെ കൂട്ടിവെച്ച് എല്ലാം ഒരുമിച്ച് അങ്ങ് തീർക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ കട്ടിയുള്ള ശാപമൊന്നും പറയുകയൊന്നുമല്ല, എന്നാൽ തന്നെ യൂദാസിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നമുക്കൊരു മാർഗദർശകം ആയി തീരേണ്ടതാണ്. കാരണം നമ്മൾ ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ വിഷയങ്ങൾ വന്നാൽ പോലും അതിനെപ്പറ്റി സെൻസിറ്റീവായിട്ടിരിക്കുകയും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കോ പദമോ ഉപയോഗിച്ച ഒരു വ്യക്തിയെ നമ്മൾ മുറിവേൽപ്പിക്കുകയോ സത്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം നമ്മൾ പറയുകയോ ചെയ്താൽ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ ഈ കാര്യങ്ങൾക്ക് നീക്കുപോക്ക് ഉണ്ടാക്കേണ്ടതിന് പകരം അതൊക്കെ പെൻഡിങ്ങിൽ വെച്ച് പകുതി മുക്കാലും മറന്നു പോകും, ചിലതൊക്കെ ഓർക്കും. അത് നമ്മുടെ ദുരഭിമാനവും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് പലപ്പോഴും അതിനൊന്നും നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെടാൻ കഴിയാത്ത അനുഭവത്തിൽ നമ്മളായിത്തീരും. കർത്താവ് ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത് എബ്രായ ലേഖനക്കാരൻ പറയുന്നത് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യാഗങ്ങൾക്കോ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഒന്നും ദുർമനസാക്ഷി നീക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് നമ്മുടെ ദുർമനസാക്ഷി നീങ്ങുമാറ് നാം ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരുമായി ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലത്തക്കവണ്ണം ഉള്ളൊരു നല്ല മനസാക്ഷി പ്രാപിക്കാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഇടയായി തീർന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് നാളുകളായിട്ട് നമ്മളെ ഭരിച്ചിരുന്ന ആ ദുർമനസാക്ഷി നീങ്ങിപ്പോയി എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഒരു ദൈവപൈതലിന് അവൻ്റെ മനസാക്ഷി മലിനപ്പെട്ടതായിട്ട് തോന്നിയാൽ അപ്പോൾ തന്നെ തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നത് കൊണ്ട് നിശ്ചയമായിട്ടും അവൻ അപ്പോൾ തന്നെ കഴുകൽ പ്രാപിച്ച് ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധം റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് ആ നല്ല ബന്ധത്തിലും നല്ല മനസാക്ഷിയിലും തുടരുക എന്നുള്ളതാണ് ദൈവപൈതലിന് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. മറ്റ് ആത്മീയ കാര്യങ്ങളിൽ നിന്നൊക്കെ ബൈബിൾ വായിച്ചോ പ്രാർത്ഥിച്ചോ ദുർമനസാക്ഷി വെച്ചോണ്ട് ബൈബിൾ വായിച്ചിട്ട് എന്നാ കാര്യം? ഈ ദുർമനസാക്ഷിയും വെച്ചോണ്ട് പ്രാർത്ഥിച്ചിട്ട് എന്നാ കാര്യം? ദുർമനസാക്ഷി വെച്ച് കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടോ പ്രസംഗിച്ചിട്ടോ എന്തുവാ കാര്യം? നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്, ദാവീദ്
ശൗലിൻ്റെ ആ അങ്കിയുടെ അറ്റം മുറിച്ചപ്പോൾ അവനെ മനസാക്ഷി കുത്തി തുടങ്ങി എന്ന് അവനെ വായിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, എത്ര പേരുടെ അങ്കിയുടെ അറ്റം, എത്ര പേരുടെ അങ്കിയുടെ അറ്റമല്ല, ഉടുപ്പ് തന്നെ നമ്മുടെ പല പോക്കറ്റിലും ഉണ്ട്, എന്നാലും നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധേഡല്ല. അപ്പം ദാവീദിൻ്റെ മനസാക്ഷി എന്തൊരു മനസാക്ഷിയായിരുന്നു എന്ന് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. കാരണം നമ്മളൊരു ദൈവ പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈനംദിനം നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വീഴ്ചകളും കുറവുകളും അത് ക്യാരി അലോങ് ചെയ്യാതെ, അത് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു ശൈലിയിലുള്ള ഒരു ജീവിതമായി തീരാതെ, അതൊക്കെ അപ്പോൾ തന്നെ, കാരണം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയും നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു കാര്യസ്ഥനുണ്ടെന്ന് വായിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു പാത അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗത്ത്, കാരണം ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ ദാസൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക. പുതിയതായിട്ട് ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തരുന്നു എന്ന് പറഞ്ഞേക്കുക. അടുത്തതായിട്ട് നമുക്ക് കാണാം, ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രമേ, ദൈവവചനമായ ബൈബിളിൽ മാത്രമേ നമുക്ക് നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ നീ കർത്താവിനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഏതാണ് ഏറ്റവും വലിയ കൽപ്പന? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നീ സ്നേഹിക്കണം. സേവിക്കണം എന്നല്ല പറഞ്ഞേക്കുന്നത്. ഒത്തിരി ആൾക്കാരോട് ഞാൻ ചോദിച്ചിട്ട് സേവിക്കണം എന്ന് ആണ് എഴുതിയത്. സേവിക്കണം എന്നല്ല, ഒന്നുകൂടെ നോക്കണം, സ്നേഹിക്കണം എന്ന് തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. എന്ന് മാത്രമല്ല അടുത്തത് പറഞ്ഞേക്കുന്നത്, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അങ്ങനെ ആ കൽപ്പന കൊടുത്ത് സ്നേഹിപ്പിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയാൽ സ്നേഹിക്കും. നമ്മൾ പലപ്പോഴും സ്നേഹിക്കാൻ കഴിയാത്തതിനുള്ള ഒരു കാരണം പറയുന്നത്, ബ്രദറെ എനിക്ക് അവൻ്റെ ഇടപാടും ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ആദ്യം നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് ഇമ്പ്രഷൻ തോന്നുകയും ആ വ്യക്തിയോട് അടുത്ത് ചെന്ന് കഴിയുമ്പം ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള വൈകൃതങ്ങളോ വൈചിത്രങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ മെല്ലെ നമ്മൾ ആ വ്യക്തിയിൽ നിന്ന് അകലാനായിട്ട് ശ്രമിക്കുന്ന ഒരു അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ പറയുന്നത് നീ സ്നേഹിക്കണം എന്ന് ഇത്തരം സാഹചര്യങ്ങളിൽ പറയുമ്പം സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ലവിങ് ഹിം, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്, ഐ ഡോണ്ട് ഫീൽ ലൈക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പിന്നെ എങ്ങനെയായി ഈ സ്നേഹിക്കണം എന്ന് ഇങ്ങനെ പറയാനായിട്ട് കാരണം? ഇത്രയും നാൾ നമുക്കറിയാമല്ലോ, പാപം നിറഞ്ഞ ഒരു അനുഭവത്തിൽ ഈ ഫീലിങ്ങിനെ ആശ്രയിച്ച് നമ്മുടെ മനസ്സ് പാപത്താൽ വീണുപോയ നമ്മുടെ ആ മനസ്സ് പറയുന്നത് കേട്ട് ആത്മീയമായിട്ട് അതിക്രമങ്ങളിലും പാപങ്ങളും മരിച്ച നമ്മുടെ മനസ്സിൻ്റെ ആ ഉപദേശം അനുസരിച്ചാണ് നമ്മൾ കടന്നുപോയത്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നത് ഈ സ്നേഹിക്കണമെന്നുള്ളതൊരു കൽപ്പനയായിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. അത് കർത്താവെ എനിക്കത് തോന്നുന്നില്ല കർത്താവെ, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യും? ഇപ്പം പറയുകയല്ലേ നമ്മൾ, എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, പിന്നെ എങ്ങനെ കഴിക്കും എന്ന് പറയുന്ന പോലെ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു മർമ്മം നമുക്ക് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഫീലിങ്ങിൽ ആശ്രയിച്ചിട്ടുള്ള ഒരു സ്നേഹമല്ല കർത്താവ് സ്നേഹിക്കാൻ പറയുന്നത്. നമ്മുടെ വികാരങ്ങളിലോ ആ വികാരങ്ങളുടെ ഉയർച്ച താഴ്ചകളിലോ അതിൻ്റെ തിരത്തള്ളലിലോ ഒന്നും ആശ്രയിച്ചിട്ടുള്ള ഒരു ജീവിതം ജീവിക്കാനോ അല്ലെങ്കിൽ അതുപോലെ സ്നേഹിക്കാനല്ല കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവ് കൽപ്പനയായിട്ട് പറയുന്ന കാര്യം, നീ ഒരു തീരുമാനത്തെ ആസ്പദമാക്കി അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്നേഹം നീ സ്നേഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അല്ലാതെ ഫീലിങ്ങിനെ ആശ്രയിച്ച്, ഫീലിംഗ് എല്ലാത്തിനും മുന്നേ പോവുകയും ഫീലിങ്ങിനെ ആശ്രയിച്ച് ബാക്കി നമ്മുടെ ജീവിതമൊക്കെ അതിന് പുറകെ പോവുകയും ചെയ്യുന്ന അനുഭവമല്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യമനുസരിച്ച്, ദൈവവചനത്തിൽ വെളിപ്പെടുത്തപ്പെട്ടേക്കുന്ന യാഥാർത്ഥ്യങ്ങളനുസരിച്ച് നമ്മൾ ഒരു തീരുമാനമാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. കർത്താവേ, നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കുക കർത്താവേ. അല്ലെങ്കിൽ എൻ്റെ സഹോദരനെ, അവനെ ഈ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കാൻ ഞാൻ തീരുമാനിക്കുക. ഈ തീരുമാനമാണ് ആദ്യം ഒരു വ്യക്തിയിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ ഒരാളോട് സ്നേഹം തോന്നി നാളെ ആ ആളോട് സ്നേഹമില്ലാത്ത ഒരു അനുഭവമല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ട് പല കാര്യങ്ങൾ വരാം, അത് രണ്ടാമതൊരു കാര്യം. എന്നാൽ പ്രാഥമികമായിട്ട് പറയുന്നത്, എനിക്ക് സ്നേഹിക്കാൻ ഇന്നാരെ സ്നേഹിക്കാൻ വയ്യ, ഇന്ന വ്യക്തിയെ സഹോദരനായിട്ട് കാണാൻ വയ്യ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ഈ ചില ആൾക്കാരുടെ പ്രസംഗമോ അല്ലെങ്കിൽ ഇടപാടുകളോ ഒക്കെ കേട്ടാൽ എനിക്ക് സ്നേഹിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്ന ഒരാളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എന്നോട് എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ
അത് നമ്മുടെ ബലഹീനതയാണെന്നും ദൈവവചനത്തിൽ ആശ്രയിച്ച്, ദൈവശക്തിയിൽ ആശ്രയിച്ച്, ദൈവം പറഞ്ഞിരിക്കുന്ന വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തിൽ ആശ്രയിച്ച് നമ്മൾ സ്നേഹിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഈ ദൈവവചനത്തിനനുസരിച്ചുള്ള തീരുമാനത്തിൻ്റെ പുറകെ നമ്മുടെ ഫീലിങ്ങും നമ്മുടെ ഇമോഷൻസും നമ്മുടെ അത് പുറകെ വരേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകെ വരും. ഒരു ട്രെയിനിൻ്റെ എൻജിൻ മുന്നിൽ പോകുന്നത് പോലെ ഈ ശക്തമായ തീരുമാനമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹിക്കണം എന്നുള്ളൊരു കൽപ്പനയായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത്. അങ്ങനെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തി അങ്ങനെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അവന് സ്നേഹിക്കാൻ കഴിയാത്തതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും കഴിയും എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. അങ്ങനല്ലാതെ എനിക്ക് അങ്ങനൊരു ഫീലിംഗ് ഇല്ല, എനിക്ക് അങ്ങനൊരു സംഗതി അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നടത്തിപ്പൊന്നും വരുന്നില്ല, അതുകൊണ്ട് എനിക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് കേവലം നമ്മളെ പിശാച് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഫാലസി മാത്രമാണെന്നും ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്നും അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കാൻ നമുക്ക് കഴിയും. നമുക്കറിയാമല്ലോ, നമ്മുടെ ഭവനത്തിലും കുടുംബത്തിലും ഒക്കെ ഈ സ്നേഹം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ കൂട്ടാളിയായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലെ പങ്കാളിയായിട്ടുള്ള വ്യക്തി നമുക്കറിയാം, ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരു വൈകാരികമായിട്ടുള്ളൊരു സ്നേഹമാണെങ്കിൽ പരസ്പരം മനസ്സിലാക്കുകയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മേന്മകൾ മാത്രമല്ല കുറവുകളും നമുക്ക് മനസ്സിലാകുകയും, എന്നാൽ ഈ കുറവുകളോടുകൂടെ തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനുമാണ് ദൈവം എന്നെ വിളിച്ചേക്കുന്നത്. അങ്ങനെ അല്ലാതെ എൻ്റെ പങ്കാളിയായിട്ടുള്ള വ്യക്തികളെ പറ്റി നന്മ പലർ പറയും, ചിലപ്പോൾ തിന്മ ചിലർ പറയും. നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും അവരും ഒരു ദൈവ പൈതല, അല്ലെങ്കിൽ അവരും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കുറവുകളോട് കൂടെ തന്നെ ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കും. കാരണം എനിക്ക് ദൈവം നൽകിയേക്കുന്നത് ആ വ്യക്തിയാണ് എനിക്ക് പങ്കാളിയായിട്ട് നൽകിയേക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്ന് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ തലമുറകളോടുള്ള ബന്ധത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും ഒക്കെ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കി നമുക്ക് തന്നേക്കുന്ന ഒരു കാര്യമാണ് ഈ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതെന്നും അത് ഓപ്ഷണൽ അല്ല എന്ന് മാത്രമല്ല, അവിടെ പറഞ്ഞേക്കുന്നത് സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ഈ ലോകം അറിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ തന്നെ നമുക്കറിയാമല്ലോ, പല പല ഉപദേശ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിലേറിയ നാളുകൾ പല സഭാവിഭാഗങ്ങളിൽ നിന്ന് മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളോടുകൂടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാത്തലിക്സ് അടക്കം ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികളുടെ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും അതിനുശേഷവും വിദ്യാർത്ഥികളുടെ കുറേ വർഷങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഇങ്ങനെ ലഭിച്ചേക്കുന്ന ആൾക്കാരെല്ലാം ഒരു സഭയിലുള്ള ആൾക്കാരൊന്നുമല്ല, പല സഭാവിഭാഗങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് യേശുവിനെ രക്ഷകനും കർത്താവുമെന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന ഏത് വ്യക്തിയോടും ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ അവരെന്നോട് പറഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കായിട്ട് ആരുടെ ഉപദേശങ്ങളെ ഒന്നും ഇതാക്കാനായിട്ട് പോകണ്ട, വ്യക്തിപരമായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൊക്കെ വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും അവൻ പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന് പ്രഘോഷിക്കുകയും അങ്ങനെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഏത് വ്യക്തിയോട് കൂടെയും നമുക്ക് ഒരു നിലവാരം വരെ അവരോടൊക്കെ ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കും. ഈ ഉപദേശമെന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന വ്യക്തിയെ വെറുക്കാനുള്ള ഒരു അളവുകോലല്ല, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പം എന്ത് പറഞ്ഞാലും തുമ്മിയാലും ചീറ്റിയാലും ഒക്കെ ഉപദേശമേ വരൂ എന്നുള്ള നിർബന്ധമൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം ഉപദേശം അതിൻ്റെ പറയേണ്ട സമയത്തും പറയേണ്ട രീതിയിലും ആ സ്നേഹത്തോടെ അത് പറയുകയും അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതേസമയം തന്നെ അറിഞ്ഞുകൊണ്ട് ഡിഫറൻസസ് ഉണ്ടാക്കാനും അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വ്യക്തിയെ പകയ്ക്കാനുമുള്ള ഒരു ഉപാധിയായിട്ട് ഒരിക്കലും ഉപദേശങ്ങൾ മാറരുത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം നമുക്ക് ഈ നീഡ് ഓഫ് ദ അവർ അല്ലെങ്കിൽ ഈ സമയത്തുള്ള ആവശ്യം എന്താണെന്നും നമ്മൾ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നതെന്നും എന്താണ് ഇന്നത്തെ ആവശ്യമെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ, അതേസമയം തന്നെ ദൈവവചനത്തിലെ സത്യം ആവശ്യമുള്ള സമയത്ത് അതൊന്നും മറച്ചു വെക്കാതെ ആ പറയേണ്ട കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തി ചോദിക്കുമ്പം അത് നിശ്ചയമായിട്ടും വെളിപ്പെടുത്തേണ്ടതും ആവശ്യമാണ്. അതേസമയം തന്നെ സ്നേഹം മുറിഞ്ഞു പോകാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാനും നമ്മൾ പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്.
ഞാൻ ഒരു ഉപദേശം പറഞ്ഞെന്ന് വെച്ചോ, എന്നെ എനിക്കറിയാം, എന്നെ ഈ ക്ലബ് ഹൗസിൽ തന്നെ ഈ നമ്മുടെ ഈ ബൈബിൾ സ്റ്റഡിയിൽ വെച്ച് ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞത് നിമിത്തം എന്നെ അൺഫോളോ ചെയ്ത് പോയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നേതൃത്വത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം വേണ്ട, ഇദ്ദേഹത്തെ ഞാനിനി ഫോളോ ചെയ്യുന്നില്ല, ആയിക്കോട്ടെ, വളരെ നല്ല കാര്യം, അതിനും ഞാൻ ഭാരപ്പെടാനായിട്ട് പോകുന്നില്ല. അതേസമയം അറിഞ്ഞുകൊണ്ടൊരു വ്യക്തിയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ തരം താഴ്ത്താൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഉപദേശം പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഒരു നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇന്ന് മനസ്സിലാകാത്ത വ്യക്തിക്കും ഒരുപക്ഷെ നാളെ മനസ്സിലായെന്ന് വരും, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴോ 2 വർഷം കഴിയുമ്പോഴോ മനസ്സിലായെന്ന് വരും. എനിക്കറിയാം, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പം ഒരു കത്തോലിക്ക സഹോദരനായിരുന്നു ആൻ്റണി എന്ന് പറയുന്നത്. എനിക്കറിയാം, ഒരു കെമിക്കൽ എഞ്ചിനീയറാണ് അദ്ദേഹം. ഇന്ന് അദ്ദേഹം ദുബായിയുടെ പ്രദേശങ്ങളിൽ കർത്താവ് അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ പ്രവർത്തിച്ചു. ഞാൻ എൻ്റെ 4 വർഷം അദ്ദേഹത്തോടു കൂടെ ഇരിക്കുന്ന സമയത്തും പ്രാർത്ഥനയ്ക്കൊക്കെ വരുമെങ്കിലും ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യത്തിന് തർക്കിക്കുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ സ്നേഹം ഒരിക്കലും മുറിഞ്ഞു പോയിട്ടില്ല, മാറിപ്പോയിട്ടില്ല. എന്നാൽ എൻ്റെ കണ്ണുകൾക്ക് അത്ഭുതം തോന്നുന്ന പോലെ ഇന്ന് ആ ഗൾഫിൻ്റെ പ്രദേശത്ത് പല ഇതിലും ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ന് നേതൃത്വം കൊടുക്കുകയും അദ്ദേഹം ഒരിക്കൽ വിശ്വസിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം തന്നെ ഇന്ന് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാര്യം കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞ ഉടനെ അത് അവിടെ നടക്കണമെന്നില്ല. എന്നാലും ഞാൻ അവനോട് കാണിച്ച സ്നേഹവും ഞാനത് പറഞ്ഞപ്പോൾ അവനോട് കാണിച്ച ആറ്റിറ്റ്യൂഡും ഒക്കെ പിന്നത്തേതിൽ ഞാൻ പറഞ്ഞ സത്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വിശ്വസിക്കുന്നതിന് ഒരു പക്ഷേ കാരണമായി തീർന്നേക്കാം. നമ്മൾ ഓർക്കണം, നമ്മളിന്ന് പല കാര്യങ്ങളും പറയുമ്പം ഇന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ പറഞ്ഞതിൻ്റെ എഫക്റ്റ് തീരുകയല്ല ഒരു വ്യക്തിയിൽ. എന്നോട് ഇന്ന സമയത്ത് അത് പറഞ്ഞിരുന്നു, അന്ന് എനിക്കത് മനസ്സിലായില്ല, എങ്കിലും അതായിരുന്നു അദ്ദേഹം പറഞ്ഞ സത്യം. ഇത്രയൊക്കെ ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചെങ്കിലും അദ്ദേഹം എന്നെ സ്നേഹിച്ചിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നൊരു വ്യക്തിക്ക് ഓർക്കാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായിട്ടും അതൊരു വലിയ കാര്യമാണ്. അല്ലാതെ ഇന്ന് തന്നെ പറഞ്ഞ് തീർക്കുകയല്ലോ. ഒരു വ്യക്തി മരിക്കുന്നത് വരെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനും ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാനും അതിന് വഴിപ്പെടാനും ഒക്കെയുള്ള അവസരം ആ വ്യക്തിക്കുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം. ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് തന്നെ ഫലം കിട്ടുന്ന ഒരു കാര്യമല്ല. ഇന്നൊരു പക്ഷേ ആ വ്യക്തി എന്നോട് എതിർത്തേക്കാം, എന്നാലും സ്നേഹത്താൽ വിതയ്ക്കപ്പെടുന്ന ഈ വചനം ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ആ കാഴ്ചപ്പാടോടുകൂടെയും ആ സ്നേഹത്തോടുകൂടെയും ആ ആറ്റിറ്റ്യൂഡോടുകൂടെയും നാളെ അവൻ രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി തീർന്നാൽ, കർത്താവെ, ഇന്ന് ഞാൻ അവനോട് കാണിക്കുന്ന പെരുമാറ്റവും ഇന്ന് ഞാൻ കാണിക്കുന്ന സ്നേഹമില്ലായ്മയും കർത്താവെ അങ്ങയിൽ വിശ്വസിക്കുന്നതിൽ നിന്നും അങ്ങയുടെ വചനങ്ങളെ ഏറ്റെടുക്കുന്നതിൽ നിന്നും അവനൊരു തടസ്സമായിട്ട് തീരരുതേ. കൊളോസ്യ ലേഖനത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണമെന്നും, അതുപോലെ നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതായിരിക്കട്ടെ എന്നും. അതുപോലെ തന്നെ അവിടെ വേറൊരു വാക്യം കൊണ്ട് ഇപ്പം ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് നീ വചനം പ്രസംഗിച്ച് അവന് മനസ്സിലായില്ലെങ്കിലും നാളെ ഒരുപക്ഷെ അവൻ ഈ വചനം ഓർക്കുകയും അവൻ്റെ ജീവിതത്തിൽ അത് ദൈവം പ്രവർത്തിക്കുകയും യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്റെ ജീവിതശൈലി അന്ന് അതിന് വളരെ ഇടർച്ചയായി തീരാതെ വണ്ണം രക്ഷിക്കപ്പെട്ടവരോട് മാത്രമല്ല സ്നേഹം കാണിക്കേണ്ടത്, രക്ഷിക്കപ്പെട്ടവരോട് കാണിക്കുന്ന അതേ സ്നേഹം നമ്മൾ കാണിക്കേണ്ടതും ആ വചനം പ്രസംഗിക്കുമ്പോൾ ഈ ഒരു നിലവാരം നമ്മൾ പുലർത്തേണ്ടതും വളരെ ആവശ്യമാണ്. അല്ലാതെ എല്ലാവരെയും കയറി ഇന്ന് വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് ആൾക്കാരെ കയറി എന്തും പറയാം, എന്തും സ്ഥാപിച്ചു കളയാം, എന്ത് അനാവശ്യവും പറയാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ദൈവത്തിൻ്റെ മക്കൾക്ക് യോഗ്യമേ അല്ല. അതിനെപ്പറ്റി ഇമാജിൻ പോലും ചെയ്യാൻ കഴിയത്തില്ല. എഫേസ്യർ എന്ന ലേഖനത്തിൽ വായിക്കുന്നത് അങ്ങനെയുള്ളത് ചിലത് പേര് പറക പോലും വരുതെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ അങ്ങനെ ചെയ്യാനായിട്ട് കഴിയും? എങ്ങനെ അങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ഇത് ചെയ്യുന്നത് പോലെ ഒരു ദൈവവൈതലിന് അതുപോലുള്ള വർത്തമാനം പറയാൻ കഴിയും? ഒരിക്കലും പറയരുത് എന്ന് തന്നെയാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഉപദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, കർത്താവും അപ്പോസ്തലന്മാരും ഒക്കെ പറഞ്ഞത് അത് ആൾക്കാരെ ശപിച്ചു വിടുകയല്ല ചെയ്ത്, അവർ രക്ഷിക്കാൻ ഇടയായിത്തീർന്ന സുവിശേഷം അവരോട് പറഞ്ഞു. അത് അന്നല്ലെങ്കിൽ വേറൊരു ദിവസം അവരുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒരു മുന്നോട്ടുള്ള ഒരു ദർശനം നമ്മൾ കണ്ടുകൊണ്ട്
കർത്താവ് ഈ വചനം നിശ്ചയമായിട്ടും അവരുടെ ജീവിതത്തിൽ ഇടപെടും. മരണം വരെ ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടാനോ കാര്യങ്ങൾ ഗ്രഹിക്കാനോ ഉള്ള അവസരമുണ്ട്. അതുകൊണ്ട് എൻ്റെ പറച്ചിലിൻ്റെ രീതിയും എൻ്റെ ആ മാനറിസംസും എൻ്റെ ചില വാക്കുകളൊന്നും അതിന് തടസ്സമായിട്ട് തീരരുതേ എന്നുള്ള പ്രാർത്ഥനയോടും ഭയത്തോടും കൂടെ തന്നെ നമുക്ക് ഈ വചനം പറയാനായിട്ട് കർത്താവ് ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ആ ഒരു ദൈവസ്നേഹം നമ്മളിൽ നിന്ന് വ്യാപരിക്കാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത് അവിടെ പറഞ്ഞേക്കുന്ന കാര്യം, പത്രോസ് കർത്താവിനെ ഡിനൈ ചെയ്യുമെന്നുള്ള കാര്യം കർത്താവ് നേരിട്ട് പത്രോസിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഒരുപക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിൽ പറയുമ്പോൾ പത്രോസ്ലിയായിക്ക് അത് ഒരു ഹ്യൂമിലിയേഷനായിട്ട് തോന്നിയിരിക്കുക, നിശ്ചയമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഹ്യൂമിലിയേഷനായിട്ട് അത് തോന്നിയിട്ടുണ്ട്. കാരണം ആൾക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് പറയുക, ശീമോനെ നീ എന്നെ 3 പ്രാവശ്യം പറയും, അല്ലാതെ കോഴി കൂകുകയില്ല. 38-ാം വാക്യം, അതിന് യേശു, നിന്റെ ജീവനെ നീ എനിക്ക് വേണ്ടി വെച്ച് കളയുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എത്ര കൃത്യമായിട്ട് കർത്താവ് അത് പറഞ്ഞു. നമ്മളോട് ഇന്ന് ആരെങ്കിലും പറയുക, ഞാനിപ്പോൾ ഇവിടെ ഘോരഘോരം പ്രസംഗിക്കുന്നു, എന്നാൽ എൻ്റെ ജീവിതത്തിൽ നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു വീഴ്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എന്തെങ്കിലും അബദ്ധത്തെക്കുറിച്ചോ അപകടത്തെക്കുറിച്ചോ ഒരാൾ പറഞ്ഞാൽ എനിക്ക് ഉടനെ അയ്യോ ഇത്ര ആൾക്കാരുടെ നടുക്ക് വെച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, മോശമായി പോയല്ലോ, എന്നെ തരം താഴ്ത്തിയല്ലോ, എന്നെ താഴ്ത്തിക്കെട്ടിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് ആർക്കും അത് അങ്ങനെ തോന്നാനേ കാര്യമുള്ളൂ. കാരണം ഒന്നിനെപ്പറ്റി നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ലെങ്കിലും ഹൗ ഈസ് യുവർ ക്രിസ്ത്യൻ ലൈഫ് എന്ന് ചോദിച്ചാൽ ഐ ആം എ സ്ട്രോങ് ക്രിസ്ത്യൻ എന്നല്ലേ പറയുള്ളൂ. ഐ ആം എ സ്ട്രോങ് ബിലീവർ ആൻഡ് ഐ ആം എ പ്രീച്ചർ, ഐ ആം എ ബൈബിൾ ടീച്ചർ എന്നൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ. ആ ഇമേജിൽ നിൽക്കാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. ജയ്ദീപ് ബ്രദറല്ലോ ആഴമായി വചനം പഠിപ്പിക്കുന്ന ആളെന്ന് കേൾക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും കുറവുകളും വീഴ്ചകളും ഉണ്ട്. ഇനിയും കറക്റ്റ് ചെയ്യപ്പെടേണ്ട എത്രയോ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും ജീവിതത്തിലുള്ള കുറവുകളും ഉണ്ട് എന്നാണല്ലോ അത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ഉള്ള കാര്യം പറയുന്നത് എനിക്കും നമുക്ക് പലർക്കും അത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാൽ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ഞാൻ ഈ പ്രഷർ കുക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി വാൽവ് എന്ന് പറഞ്ഞ പോലെയാണ് കർത്താവ് നേരത്തെ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ ഒരാൾ തള്ളി പറയും, എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു, അവന് അപ്പം കണ്ട കൊടുത്തപ്പോൾ തന്നെ അവനിത് സാത്താൻ കടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. കാരണം ദുർമനസാക്ഷിയുമായിട്ട് കർത്താവിനെ പിൻപറ്റിയ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ആദ്യം ദുർമനസാക്ഷി, പിന്നെ ആ കുറ്റബോധം വളർന്ന് സാത്താൻ നമ്മളിലേക്ക് കടക്കുന്ന ഒരു അനുഭവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഭയനിർദ്ദേശം നൽകുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അങ്ങനെ അവനായിത്തീരാനായിട്ട് ഇടയായി തീർന്നില്ല. കാരണം സംഭവിച്ച സംഭവങ്ങളൊക്കെ സുവിശേഷങ്ങളിലും മറ്റു ഇതര ഭാഗങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. അവനെ ഞാൻ അറിയയില്ല എന്ന് പറഞ്ഞ് ശപിക്കാനും പ്രാകാനും തുടങ്ങി എന്ന് വരെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എന്താണ് പത്രോസ്ലീഹ അവിടെ പറഞ്ഞ ശാപവാക്കുകളെന്നൊന്നും അറിയത്തില്ലെങ്കിൽ തന്നെ അവിടെ ഒരു കാര്യം നമുക്കറിയാം, കർത്താവ് വളരെ ക്ലോസ് ആയിട്ട് പിൻപറ്റി എന്ന് മാത്രമല്ല, തുടർന്ന് നമുക്ക് വേറൊരു ഭാഗത്ത് ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും, മഹാപുരോഹിതന്റെ ദാസന്റെ കാത് വാളെടുത്ത് അറുത്ത് കളഞ്ഞു. നീ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാലെ നശിച്ചു പോകും എന്ന് അവനോട് പറയുകയും ആ മഹാപുരോഹിതന്റെ ദാസന്റെ കാത് സൗഖ്യമാക്കുകയും ചെയ്യുന്ന കാര്യം അറിയാം. അങ്ങനെ താൻ പറഞ്ഞതൊന്നും വെറുതെ അല്ല. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് ഈ മറ്റുള്ളവരെ നേരിടുമ്പോഴാണ് കർത്താവിനോടുള്ള വീറും വാശിയും ഭക്തിയും ഒക്കെ നമുക്ക് കാണിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ആഗ്രഹം. അത് വേറൊരാളെ എതിർക്കാനോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇച്ചിരി ഡോക്ടറിനായിട്ട് ശരിയല്ല അല്ലെങ്കിൽ നമുക്ക് എതിർത്ത് നിൽക്കുന്ന ആൾ അവിശ്വാസി എന്നൊക്കെ തോന്നുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ പഠിച്ച ടെക്നോളജി മുഴുവൻ അനുസരിച്ച് നമ്മുടെ വാക്യങ്ങളെല്ലാം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ തലയിൽ കുമിച്ചു കൂട്ടാനായിട്ടാണ് നമുക്ക് പലപ്പോഴും അതിനുള്ള വളരെ വിരുദ്ധമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പം തന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് മനസ്സിലാക്കാനും കൂടെ അതേ സമയം തന്നെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വീഴുകയില്ല, ഞാൻ വളരെ സ്ട്രോങ് ആണ്, കർത്താവിന് വേണ്ടി വാളെടുത്ത് വെട്ടാനും തയ്യാറായി, കർത്താവ് എൻ്റെ മേത്ത് ചവിട്ടിയിട്ടല്ലാതെ നിൻ്റെ മേത്തൊരു പൊടി വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വളരെ ഉറച്ചു നിൽക്കുന്ന പത്രോസ്. എന്നാൽ ചില നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ, നമുക്കറിയാം ചില മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഈ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല, ഞാൻ ആ കൂട്ടത്തിലുള്ളവനല്ല എന്ന് മൂന്നാമതും ചോദിക്കയിൽ അവൻ വളരെ ഹാർഷായിട്ട് അതിന് ഉത്തരം പറഞ്ഞതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. എത്ര പെട്ടെന്ന്
നമുക്കറിയാമല്ലോ, ഈ നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് വിചാരിച്ചാലും നമ്മുടെ ചില വീക്ക്നെസ്സുകൾ എന്താണെന്നുള്ളത് ദുഷ്ടനറിയാം. അതുപോലെ തന്നെ കർത്താവിന് അത് വളരെ നന്നായിട്ട് അറിയാം. അപ്പൊ അവിടെ കർത്താവ് പറയാണ്, വേറൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. നീ ഇങ്ങനെ എന്നെ തള്ളിപ്പറയുകയും ഇത്രയും നാളുള്ള നിന്റെ പ്രകടനവും നിന്റെ പെർഫോമൻസും ഒക്കെ വെച്ച്, അയ്യോ എന്നെപ്പോലെ ഒരുത്തൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞോ, ഇനി ഞാൻ എങ്ങനെ കർത്താവിന്റെ മുഖത്ത് നോക്കും, ഇനി ഞാൻ എങ്ങനെ ഈ കർത്താവേ എന്ന് വിളിക്കും, ഇനി ഞാൻ എങ്ങനെ ഈ കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ നടക്കും, അവരുടെ മുന്നിലൊക്കെ ആയിരുന്നല്ലോ എൻ്റെ പ്രകടനവും എൻ്റെ കാര്യങ്ങളും ഒക്കെ, ഇനി ഞാൻ എങ്ങനെ നോക്കും എന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും മടങ്ങി വരാത്ത നിലയിൽ മാനസികമായിട്ട് ഒളിച്ചോടാനായിട്ടും ഒരുപക്ഷെ യൂദാ ചെയ്തതിനേക്കാളും അപ്പുറം തന്നെ വെറുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് നേരത്തെ ഇത് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് ഈ ദുഃഖം, ഭാരിച്ച ദുഃഖം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് അവനെ നോക്കി, ആ നോക്കിയ നോട്ടത്തിൽ അവൻ പുറത്തിറങ്ങിപ്പോയി കൈപ്പോടെ കരഞ്ഞു എന്ന് അവിടെ വായിക്കും. കൈപ്പോടെ കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇനി ഞാൻ ഈ കൂട്ടത്തിലില്ല, ഞാൻ ഏറ്റവും അഗ്രഗണ്യനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്ര താഴെ പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ മുഖം കാണിക്കുമെന്നൊക്കെ അവൻ വിചാരിച്ചു കാണും. എന്നാൽ അവൻ ആശ്വാസമായിട്ട് ഒരു വാക്ക് അവിടെ കടന്നു വന്നു. എൻ്റെ കർത്താവ് ഇത് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇത്ര ബലഹീനനാണെന്നും, ഞാൻ വലിയ വീമ്പ് പറഞ്ഞപ്പോഴും ഒക്കെ ഞാൻ ഇത്ര ബലഹീനനാണെന്ന് എൻ്റെ പ്രിയ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന കർത്താവ്, എന്നെ ഇത്ര ചേർത്ത് പിടിച്ച എൻ്റെ ഈ കർത്താവ്, അവൻ എന്നോട്, ശീമോനെ ഇതൊക്കെ സംഭവിക്കും, സാരമില്ല, അതൊക്കെ എൻ്റെ കർത്താവിന് അറിയാം, എൻ്റെ കർത്താവ് ഇത് നേരത്തെ പറഞ്ഞതാണ്, എൻ്റെ വീഴ്ചകളും കുറവുകളും പോലും എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണുകയും എൻ്റെ കർത്താവിനോട് ക്ഷമിക്കുകയും ചെയ്യുന്നതാണല്ലോ എന്നുള്ളൊരു പരിജ്ഞാനവും ആ ഒരു സംഗതി തന്നെയാണ് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാനിടയായി തീർന്നു. കർത്താവ് പറഞ്ഞ വാക്കുകൾക്കായിട്ട് സ്തോത്രം. നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ ഒക്കെ ചില വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അത് സത്യത്തിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാനും നമ്മുടെ വീഴ്ചകളുടെ സാഹചര്യങ്ങളിൽ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാനും, നമ്മൾ വീണെന്ന് വെച്ച് അവിടെ തന്നെ കിടന്ന് ഉരുണ്ട് അവിടെ തന്നെ നമ്മൾ നാമാവശേഷമായി പോകാതെ നമുക്ക് കർത്താവിലേക്ക് തിരിച്ചു വരാനുള്ള അവസരങ്ങളായിട്ട് അത് തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം നാളെ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാവുന്ന എന്തെങ്കിലും ഒരു നന്ദികേടിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നടത്തുകയും ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വീണതിന് ശേഷം അവനെ തള്ളിക്കളയാം, അതുവരെ പിടിച്ചേക്കാം അല്ല. നാളെ ഒരുപക്ഷെ ലജ്ജാകരമായ ചില വീഴ്ചകളോ കുറവുകളോ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും അതറിഞ്ഞുകൊണ്ട് അവൻ നമ്മളെ സ്നേഹിക്കുകയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ ആ നിത്യജീവൻ നൽകാനും ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടാനുമായിട്ട് കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ സ്നേഹത്തിനും ഈ കർത്താവിൻ്റെ ആ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ റിസ്റ്റോർ ചെയ്യുന്ന ഈ അനുഭവത്തിനായിട്ട് ലോകസ്ഥാപനം മുന്നമേ തെരഞ്ഞെടുത്ത് നമ്മളെ ക്രിസ്തുവിലാക്കി വെക്കുകയും നാം അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് തീരണമെന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ച ദൈവികമായിട്ടുള്ള എല്ലാ പദ്ധതികൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവർ, ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് പറയണമെന്നുണ്ട്. ഞാനിനി മുന്നോട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിൽ ബലപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിൽ കുറവുകളോ വീഴ്ചകളോ വന്നെന്ന് വെച്ച് അത് മൂടി വെച്ചിട്ട് പോകേണ്ട ഒരു കാര്യവുമില്ല. യൂദാസ് ചെയ്തതുപോലെ ഏറ്റുപറയാതെ പോകേണ്ട ഒരു കാര്യവുമില്ല. എല്ലാ ബേർഡനും കർത്താവിൻ്റെ മേൽ നമുക്ക് വെക്കാം, അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറയാം. ഒരു നല്ല മനസാക്ഷിയോടുകൂടെ തന്നെ ദൈനംദിനം നമുക്ക് ജീവിക്കാം. നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിനായിരിക്കട്ടെ അതിന് ഏറ്റവും വലിയ പ്രാധാന്യം. ആ സ്നേഹത്തിൽ ഏത് വ്യക്തിയെയും നമുക്ക് ഉൾക്കൊള്ളാനും ആ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ബലഹീനതകളെയും കുറവുകളെയും കുറിച്ച് നമുക്ക് ബോധ്യമാകുമ്പോൾ കർത്താവിനെ വിട്ടുപോകാനല്ല, ഒന്നുകൂടെ എൻ്റെ കർത്താവെ നീ ഇതൊക്കെ മുൻകൂട്ടി കണ്ടല്ലോ, നീ ഇതൊക്കെ അറിഞ്ഞല്ലോ, അറിഞ്ഞിട്ടും ഈ നന്ദിയില്ലാത്ത എന്നെ നീ സ്നേഹിച്ചല്ലോ എന്നുള്ള ആ അറിവ് ക്രിസ്തുവിനോട് നമ്മളെ കൂടുതൽ അറ്റാച്ച് ചെയ്യട്ടെ ഈ ദിവസങ്ങളിൽ. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും.